ഒരുത്തുണ്ടല്ലോ, ഇത് അവക്കങ്ങ് ഷെയർ ചെയ്തേക്ക് കേട്ടോ. നീ അവന് ചായ എടുത്ത് കൊടുത്താ? ഇല്ല, പിന്നീട് എടുത്ത് കുടിച്ചോളാന്ന് പറഞ്ഞു. അവ അങ്ങനെ പലതും പറയും, നീ അത് കേട്ടോണ്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണ. എടുത്തോണ്ട് പോയി ചായ. വരണം കേട്ടത് നാശം. എവിടെ നിന്ന് കെട്ടിയെടുത്താന്നോ? ചേട്ടാ അതാ ചായ. ഓ, ഞാനത് മറന്നു. ഇതെന്തോന്നടി ഇത്? തണുത്ത ഞാൻ കുടിക്കൂല. നിനക്ക് അറിഞ്ഞൂടെ? നിനക്കത് ചൂടായി കൊണ്ടുവന്നൂടെ? ഞാൻ എത്ര നേരമായിട്ട് പറയണ ചായ ഇട്ട് വെച്ചേക്കണെന്ന്. നീ പറഞ്ഞല്ലേ ഉള്ളു, എടുത്തോണ്ട് തന്നില്ലല്ലേ? നിനക്കത് ഇങ്ങനെ എടുത്തോണ്ട് തന്നൂടെ? ഞാൻ അടുക്കളയിൽ കഴിക്കാനുള്ള ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടാ അങ്ങോട്ട് വന്ന്, അപ്പയില്ലേ ഞാൻ ചായ ഇട്ട് വെച്ചത്. ഓ പിന്നെ, എനിക്ക് നീ അടുക്കള എന്തെങ്കിലും ചെയ്യണം നോക്കലാണല്ലോ എന്റെ പണി. എന്തോന്ന് ഇവിടെ എത്ര ബഹളം? താണ്ടേ തണുത്ത് മരവിച്ചണക്കത്തെ ചായ കൊണ്ടുവന്നിരിക്കുന്നു. എവക്ക് ഇതിന് വേണ്ടി ഇവിടെ എന്തെങ്കിലും ജോലി? ഓ, എത്ര നല്ല ആലോചനകൾ വന്നതാണെന്നാ. ഈ മൂദേവിനെയാണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എത്ര ആലോചന ഒന്ന്. മോന് പെണ്ണ് കിട്ടാതെ നാട് മൊത്തം കണ്ട, അമ്പലങ്ങൾ മൊത്തം കയറി ഇറങ്ങി നടന്ന്, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ വന്ന് കാലും കൈയും പിടിച്ച് എന്നെ കെട്ടിച്ചിട്ട് എൻ്റെ പഠിപ്പ് മുടക്കി. ഓ, നീ പഠിച്ചുണ്ടാക്കിയിട്ട് വേണ്ട എൻ്റെ മോനെ ജീവിക്കാൻ. മര്യാദയ്ക്ക് ഉച്ചക്കത്തെ വെള്ളം ഉണ്ടാക്കി വേടി. നീ എങ്ങോട്ട് കയറി പോണ്? ഈ ചായ ആരും ഉണ്ടോ? എന്നാ ഉണ്ടോ? അമ്മ 50 പവനാണ് അവളെ അച്ഛൻ എനിക്ക് തന്നത്. അതിൽ 25 പവനാകണ്ട ഇനി ബാക്കിയുള്ളൂ. അവളെ പിണക്കാൻ നിൽക്കണ്ട. എടാ ദ്രോഹി, ബാക്കിയൊക്കെ നീ എന്തോന്ന് ചെയ്ത്? അതങ്ങ് ചിലവായി പോയി. വേണ്ട, അവൾക്ക് നല്ല ബുദ്ധി അങ്ങനെ തോന്നിക്കഴിഞ്ഞാലേ പണി പാടും. അമ്മ അധികം ചൊറിയാൻ നിൽക്കല്ലേ. ഓ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളെ അച്ഛൻ്റെ വലിയ 35 സെന്റ് പെരടുണ്ട്. നീ നൈസിൽ അതങ്ങ് ഒപ്പിക്കാൻ നോക്ക്. അതിനുള്ള പണിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അതല്ലെങ്കിലും അമ്മയ്ക്ക് അറിയാടാ നീ മിടുക്കനാണെന്ന്. നീ എങ്ങോട്ട് പോണ്ടി? ചേട്ടാ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു എക്സാം ഉണ്ട്. ഇപ്പൊ തന്നെ സമയം കുറെ അങ്ങ് വൈകി. ഞാൻ പോണേ. നീ ഒരു എക്സാമും എഴുതാൻ പോണില്ല. കയറി പോടിയത്ത്. അയ്യോ ചേട്ടാ, എനിക്ക് എക്സാം എഴുതിയാലേ പറ്റുള്ളൂ. ഈ ജോലി എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. എനിക്കിത് എഴുതിയാലേ പറ്റുള്ളൂ. ഇത്ര നാൾ ഞാൻ കഷ്ടപ്പെട്ടതിനാണ്. ഓ, അവളെ ജോലി. എടി, നിന്റെ ജോലി അടുക്കളയിൽ എനിക്ക് വല്ല വെച്ച് വിളമ്പി തരണം. അതാണ് നിന്റെ ജോലി. അല്ല, നീ കുണുമ എണ്ണി വാങ്ങിക്കണ ജോലിക്കൊന്നും നീ പോണ്ട. ഞാൻ വിടേയില്ല. ചെല്ലി പോയി നല്ല അയലക്കറിയും കൂട്ടി ചോറ് താ ചേട്ടന്. ചെല്ലി. ചേട്ടാ, എനിക്ക് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ. എനിക്ക് എക്സാം എഴുതണം. എഴുതി എനിക്ക് കിട്ടുന്ന ഉറപ്പാണ്. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ ജോലി വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്നെ പഠിക്കാനും വീട്ടിലൊക്കെ ജോലിക്ക് വിടൂലെന്ന് വെച്ചാ പോണം പ്ലീസ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കാല് പിടിക്കാം. കയറി പോടിയത്ത്. പോവായി നിന്റെ പറയാൻ മനസ്സിലാവൂലേ? അവളൊരു ജോലിയും കുറെ എക്സാമും. ഹലോ എടി, നീ എന്തായാലും ഇന്നലെ എക്സാമിന് വരാത്തത്? നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, എന്തായാലും നിനക്ക് കിട്ടുമെന്നൊക്കെ അല്ലേ വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. പിന്നെന്താ വരാത്തത്? എന്ത് ചെയ്യാനാണ്ടി രമ്യ, എൻ്റെ തലയിലെഴുത്ത് ഇതായിപ്പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ കല്യാണം കഴിച്ചത്. ഞാൻ അന്നേ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞതാണ് എനിക്കിപ്പോൾ കല്യാണം വേണ്ട, പഠിക്കണമെന്ന്. ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ നിന്റെ വീട്ടിൽ കാര്യം പറയടി. നിന്നെ കൊണ്ട് പറ്റണില്ലെങ്കിൽ അവിടെ കെട്ടി തൂങ്ങി കിടക്കാതെ നീ കളഞ്ഞിട്ട് ഇറങ്ങി പോടി. ഇതുപോലെ ടോക്സിക് ആയവനൊക്കെ ആ സെക്കൻഡിൽ കഴുത്തി പിടിച്ചെടുത്ത് എറിയണം. എന്നിട്ട് നീ നിന്റെ സ്വന്തം കാലിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എടി, ഞാൻ ഇതൊന്നും പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കത്തില്ലടി. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ തള്ളിയും മോനും കൂടെ ഭയങ്കര കാര്യം പറച്ചിലും എടുത്ത് പൊക്കലും ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാം നിന്റെ അമ്മയടുത്ത് പറയും. ഇന്ന് വൈകിട്ട് ഞാൻ എന്തായാലും നിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അയ്യോ വേണ്ടടി, അവരൊക്കെ ഒന്നും താങ്ങാൻ പറ്റത്തില്ല. ഓഹോ, അപ്പൊ നീ നിനക്ക് സഹിയായിട്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്താ അതവരൊക്കെ താങ്ങാൻ പറ്റുമോ? ഡേ, ആരോടെ ഫോണിൽ സംസാരിക്കണ? അമ്മ, രമ്യാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ആരോടെ ഫോണിൽ സംസാരിക്കല്ലെന്ന്? ആടാ, ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഇല്ല അവളെ കുറച്ച് സ്വർണ്ണം കൂടെ ബാക്കി ഇരിപ്പുണ്ട്, അതെടുക്കാം. നീ എങ്ങോട്ട് പോണ്ടി? ഞാൻ എൻ്റെ വീട്ടിൽ പോണ്. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന 50 പവൻ സ്വർണ്ണം നീ നിന്റെ അമ്മയും കൂടെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ എത്തിച്ചിരിക്കണം. നീ എന്തോന്നടി വിളിച്ചത്? വേഷം കെട്ടെടുക്കല്ലേ മോളെ, നിനക്കെന്നെ അറിഞ്ഞുകൂടാ കേട്ടല്ലേ? നീ ചാടി അവിടം വരെ ചാടുമെന്ന് എനിക്കറിയാം. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാൻ പോണതേ ഉള്ളു കേട്ടോ. ഇതുണ്ടല്ലോ, ഇവിടെ വേറൊരുത്തുണ്ടല്ലോ, ഇത് അവക്കങ്ങ് ഷെയർ ചെയ്തേക്ക് കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന ധൈര്യത്തിന്റെ പകുതി പോലും വേണ്ട ഇതുപോലൊരു തീരുമാനം എടുക്കാൻ.